ഫൈക്കിങ്സിന്റെ യുദ്ധത്തിന് ഏകദേശം 90 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു തണുത്ത സായാഹ്നത്തിൽ ആകാശത്ത് കാർമേഘങ്ങൾ ഇരുണ്ടുറഞ്ഞു നിൽക്കുന്ന ആ വിജനമായ പാതയോരത്ത് കനത്ത മൺവെട്ടിയുടെ ശബ്ദം മാത്രം മുഴങ്ങിക്കേട്ടു. തന്റെ പ്രിയപ്പെട്ട യജമാനനായ സർ ആർലാൻ ഓഫ് പെന്നിട്രീക്കുവേണ്ടി ഒരു ശവക്കുഴി തോണ്ടുകയായിരുന്നു ഡങ്ക് എന്ന ആ ചെറുപ്പക്കാരനായ സ്ക്വയർ. റീച്ചിലെ ആഷ്ഫോർഡിൽ നടക്കാനിരിക്കുന്ന ഒരു വലിയ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ വേണ്ടി യാത്ര തിരിച്ചതായിരുന്നു അവർ. എന്നാൽ യാത്രാമധ്യേ മരണം ആ വൃദ്ധനെ തട്ടിയകറ്റി. തന്റെ യജമാനന്റെ ചേതനയേറ്റ ശരീരം ആ തണുത്ത മണ്ണിലേക്ക് കിടത്തുമ്പോൾ ഡങ്കിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങി. അവന് ആചാരപരമായ പ്രാർത്ഥനകളൊന്നും തന്നെ അറിയില്ലായിരുന്നു. എങ്കിലും തന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും സർ ആർലാൻ ഒരു യഥാർത്ഥ നൈറ്റായിരുന്നു എന്ന് അവൻ സ്വയം മന്ത്രിച്ചു. ആ ഇരുണ്ട രാത്രി മുഴുവൻ ആ ശവകുടീരത്തിന് കാവലിരുന്ന് തണുപ്പിൽ വിറച്ചുകൊണ്ട് അവൻ തന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. പിറ്റേന്ന് രാവിലെ സൂര്യൻ ഉദിച്ചുയർന്നപ്പോൾ തന്റെ മുന്നിൽ നിൽക്കുന്ന 3 കുതിരകളോട് ഇനി എന്തു ചെയ്യണമെന്ന് ഡങ്ക് ചോദിച്ചു. ആ കുതിരകളെയെല്ലാം വിറ്റാൽ അവന് 1-2 വർഷം സുഖമായി ജീവിക്കാൻ കഴിഞ്ഞേക്കും, അല്ലെങ്കിൽ കിങ്സ് ലാൻഡിംഗിലോ ലാനിസ്പോർട്ടിലോ പോയി സിറ്റി വാച്ചിൽ ചേരാമെന്ന് അവൻ കണക്കുകൂട്ടി. തന്റെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളിൽ മുഴുകി നിൽക്കുമ്പോഴാണ് സർ ആർലനിന്റെ പഴയ വാൾ ഡങ്കിന്റെ കണ്ണിൽപ്പെട്ടത്. ആ വാൾ കൈയിലെടുത്തപ്പോൾ ആ പഴയ പിടിയുടെ തണുപ്പ് അവന്റെ ഉള്ളിലേക്ക് അരിച്ചിറങ്ങി. തന്റെ വലിയ കൈകളിൽ ആ വാൾ എത്രത്തോളം കൃത്യമായി ഇരിക്കുന്നുവെന്ന് അവൻ ആശ്ചര്യത്തോടെ നോക്കിനിന്നു. തന്റെ യജമാനന്റെ ആയുധം തനിക്ക് ചേരുന്നതാണെന്ന തിരിച്ചറിവ് അവനിൽ പുതിയൊരു ആത്മവിശ്വാസം നിറച്ചു. വേറെ എങ്ങോട്ടും പോകുന്നില്ലെന്നും സ്വന്തം ഭാഗ്യം പരീക്ഷിക്കാൻ ആഷ്ഫോർഡിലെ ടൂർണമെന്റിൽ താൻ തന്നെ പങ്കെടുക്കുമെന്നും അവൻ ദൃഢനിശ്ചയം ചെയ്തു. ആ വലിയ തീരുമാനമെടുത്ത ശേഷം ഒരു മരത്തിന് പിന്നിൽ പോയി മലവിസർജനം നടത്തിയ ശേഷം അവൻ തന്റെ പുതിയ യാത്രയ്ക്ക് തുടക്കം കുറിച്ചു. ഇനി താൻ വെറുമൊരു സ്ക്വയർ അല്ലെന്നും ഈ ലോകത്ത് തനിക്കായി ഒരു സ്ഥാനം കണ്ടെത്തണമെന്നുമുള്ള ചിന്തയോടെ ഡങ്ക് തന്റെ കുതിരകളെയും തെളിച്ച് മുന്നോട്ട് നടന്നു. യാത്രയുടെ ക്ഷീണവും വിശപ്പും അവനെ തളർത്തിയിരുന്നെങ്കിലും മനസ്സിലെ ആഗ്രഹവും വാശിയും അവനെ മുന്നോട്ട് നയിച്ചു. വിശാലമായ പാതയിലൂടെ തന്റെ കുതിരകളുമായി നടക്കുമ്പോൾ അവൻ വരാനിരിക്കുന്ന ടൂർണമെന്റിനെക്കുറിച്ചും അവിടെ താൻ നേരിടേണ്ടിവരുന്ന വമ്പന്മാരായ നൈറ്റുകളെക്കുറിച്ചും ചിന്തിച്ചു. രാത്രിയുടെ ഇരുട്ട് വീണതിനുശേഷമാണ് ഡങ്ക് തന്റെ 3 കുതിരകളുമായി ആഷ്ഫോർഡ് എന്ന നഗരത്തിലെത്തിച്ചേർന്നത്. ക്ഷീണിച്ചവശനായ അവൻ വളരെ ആകർഷകമെങ്കിലും തീർത്തും ശൂന്യമായ ഒരു സത്രത്തിനു മുന്നിൽ വന്നു നിന്നു. കുതിരപ്പുറത്തുനിന്നും താഴെയിറങ്ങിയപ്പോൾ തൊഴുത്തിൽ നിന്നും തലമുടിയില്ലാത്ത ഒരു ചെറിയ ആൺകുട്ടി നടന്നുവരുന്നത് അവൻ കണ്ടു. ആ സത്രത്തിലെ ജോലിക്കാരനായിരിക്കും ആ കുട്ടിയെന്ന് കരുതി തന്റെ കുതിരകളെ നോക്കാൻ കഴിയുമോ എന്ന് ഡങ്ക് ചോദിച്ചു. എന്നാൽ വളരെ ധിക്കാരത്തോടെ തനിക്ക് വേണമെങ്കിൽ നോക്കാമെന്നാണ് ആ കുട്ടി മറുപടി പറഞ്ഞത്. കുട്ടിയുടെ ആ മറുപടി കേട്ട് അമ്പരന്ന ഡങ്ക്, നീ ഈ ജോലി നന്നായി ചെയ്താൽ ഒരു ചെമ്പ് നാണയം തരാമെന്നും ചെയ്തില്ലെങ്കിൽ നിന്റെ ചെവി കുറ്റിക്കൊന്നു തരുമെന്നും താക്കീത് ചെയ്തു. തുടർന്ന് അവൻ സത്രത്തിന്റെ ഉള്ളിലേക്ക് നടന്നു. അവിടെയുണ്ടായിരുന്ന സത്രമുടമയായ സ്ത്രീ അവന് കഴിക്കാൻ ആട്ടിറച്ചിയോ അതോ താറാവിറച്ചിയോ വേണ്ടത് എന്ന് ചോദിച്ചു. തനിക്ക് കടുത്ത വിശപ്പുണ്ടായിരുന്നതിനാൽ രണ്ടും വേണം എന്ന് ഡങ്ക് പറഞ്ഞു. സത്രത്തിന്റെ ഉൾഭാഗം വളരെ ശാന്തമായിരുന്നു. ടൂർണമെന്റ് കാണാൻ നഗരത്തിലുള്ള മിക്ക ആളുകളും ആഷ്ഫോർഡ് കോട്ടയുടെ പുറത്തുള്ള മൈതാനത്തേക്ക് പോയതുകൊണ്ടാണ് ഇവിടെ ആളില്ലാത്തത് എന്ന് ആ സ്ത്രീ അവനോട് വിശദീകരിച്ചു. തന്റെ മകനായ കുതിരക്കാരൻ പയ്യനും അങ്ങോട്ട് ഓടിപ്പോയോ എന്ന് അവർ ചോദിച്ചു. എന്നാൽ അവൻ പുറത്തു തൊഴുത്തിലുണ്ടെന്ന് ഡങ്ക് മറുപടി നൽകി. ആ വലിയ മുറിയിൽ അവർക്ക് പുറമെ മറ്റൊരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മദ്യപിച്ച് ലക്കുകെട്ട് മറ്റൊരു മേശയിൽ തലവെച്ച് കിടന്നിരുന്ന ഒരു പ്രഭു. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്ന അയാൾ താൻ ഡങ്കിനെക്കുറിച്ച് ഒരു സ്വപ്നം കണ്ടു എന്ന് വിളിച്ചു പറഞ്ഞു. ഭ്രാന്തമായ കണ്ണുകളോടെ അയാൾ തന്റെ വസ്ത്രത്തിനുള്ളിൽ നിന്നും ഒരു കഠാര പുറത്തെടുത്ത് തന്നിൽ നിന്നും അകന്നു നിൽക്കാൻ ഡങ്കിന് മുന്നറിയിപ്പ് നൽകി. തുടർന്ന് ഒരു സ്വർണ്ണ ഡ്രാഗൺ നാണയം ആ മേശപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അയാൾ വേഗത്തിൽ മുകളിലത്തെ നിലയിലുള്ള തന്റെ മുറിയിലേക്ക് പോയി. ആ വിചിത്രമായ സംഭവം കണ്ട് പകച്ചുനിന്ന ഡങ്കിനോട് ആ മദ്യപാനിയെ ശ്രദ്ധിക്കേണ്ടതില്ലെന്ന് സത്രമുടമയായ സ്ത്രീ പറഞ്ഞു. കുറച്ചു സമയത്തിനുശേഷം തന്റെ കുതിരകളെ നോക്കാൻ വേണ്ടി ഡങ്ക് പുറത്തേക്ക് വന്നപ്പോൾ അവൻ കണ്ട കാഴ്ച അവനെ ഞെട്ടിച്ചു. ആ തലമുടിയില്ലാത്ത കുട്ടി തന്റെ വലിയ യുദ്ധക്കുതിരയായ തണ്ടറിന്റെ പുറത്ത് കയറിയിരുന്ന് സർ ആർലാനിന്റെ പഴയ ഹെൽമറ്റും പടച്ചട്ടയും ധരിച്ച് ഒരു നൈറ്റിനെപ്പോലെ അഭിനയിക്കുകയായിരുന്നു. അവനെ അവിടെ നിന്നും പിടിച്ച് താഴെ ഇറക്കിയിട്ട് ആ കുതിര ചിലപ്പോൾ നിന്നെ ചവിട്ടിക്കൊന്നേനെ എന്ന് ഡങ്ക് ദേഷ്യത്തോടെ പറഞ്ഞു. എന്നാൽ തനിക്ക് നന്നായി കുതിരയെ ഓടിക്കാൻ അറിയാമെന്ന് ആ കുട്ടി വളരെ അഭിമാനത്തോടെ പറഞ്ഞു. ഡങ്കിന്റെ വാൾ വെറുമൊരു കയറിലാണ് കെട്ടിവെച്ചിരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, നിങ്ങളെപ്പോലെ ദരിദ്രനായ ഒരാൾക്ക് എങ്ങനെ ഒരു നൈറ്റാകാൻ കഴിയുമെന്ന് ആ കുട്ടി ചോദിച്ചു. ഈ സമയത്ത് നിന്റെ അമ്മ എന്താണ് ചിന്തിക്കുക എന്ന് ഡങ്ക് ചോദിച്ചപ്പോൾ തന്റെ അമ്മ മരിച്ചുപോയി എന്നാണ് അവൻ മറുപടി നൽകിയത്. ആ കുട്ടി സത്രമുടമയുടെ മകനല്ലെന്ന സത്യം ഡങ്കിനെ അമ്പരപ്പിച്ചു. നിങ്ങളൊരു അനാഥനാണോ എന്ന് കുട്ടി ചോദിച്ചപ്പോൾ തെരുവിൽ അലഞ്ഞു നടന്നിരുന്നു തന്നെ സർ ആർലാൻ രക്ഷിച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുന്നതുവരെ താനൊരു അനാഥനായിരുന്നുവെന്ന് അവൻ ഓർത്തെടുത്തു. ഇപ്പോൾ തന്റെ യജമാനൻ മരിച്ചെന്നും ടൂർണമെന്റിൽ പങ്കെടുത്ത് ഒരു ചാമ്പ്യനാകാനാണ് താൻ ഉദ്ദേശിക്കുന്നതെന്നും അവൻ പറഞ്ഞു. ഈ ടൂർണമെന്റിൽ താൻ സ്ക്വയറായി കൂടെ നിൽക്കട്ടെ എന്ന് ആ കുട്ടി ചോദിച്ചെങ്കിലും ഡങ്ക് അത് നിരസിച്ചു.
അവന് ഒരു ചെമ്പ് നാണയം എറിഞ്ഞു കൊടുത്തിട്ട് താൻ പോയതിനുശേഷം നീ അത് എടുത്തുകൊള്ളുമെന്ന് തനിക്കറിയാമെന്ന് ഡങ്ക് പറഞ്ഞു. എന്നാൽ അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ കുട്ടി ആ നാണയം എടുത്തില്ല. പിറ്റേന്ന് പ്രഭാതമായപ്പോൾ തന്നെ ആഷ്ഫോർഡ് കോട്ടയ്ക്ക് പുറത്തൊരുക്കിയിട്ടുള്ള അതിവിശാലമായ ടൂർണമെന്റ് മൈതാനത്തേക്ക് ഡങ്ക് എത്തിച്ചേർന്നു. അവന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തത്ര വലുതായിരുന്നു ആ സ്ഥലം. കുതിരപ്പടയാളികൾക്ക് മത്സരിക്കാനുള്ള വലിയ മൈതാനങ്ങൾക്ക് പുറമെ ഒരു ചെറിയ നഗരം തന്നെ അവിടെ ഉയർന്നുവന്നിരുന്നു. വലിയ പ്രഭുക്കന്മാരുടെ കൊടികൾ പാറുന്ന വമ്പൻ കൂടാരങ്ങൾ, പലതരം ഭക്ഷണങ്ങളുടെയും സുഗന്ധദ്രവ്യങ്ങളുടെയും മണം പരക്കുന്ന കടകൾ, ആയുധങ്ങളും പടച്ചട്ടകളും വിൽക്കുന്ന കൊല്ലന്മാരുടെ ആലകൾ, ആളുകളെ രസിപ്പിക്കുന്ന കലാകാരന്മാർ, ഇതിനെല്ലാം പുറമെ വേശ്യകളും ആ മൈതാനത്ത് നിറഞ്ഞു നിന്നിരുന്നു. കോട്ടയിലെ കാവൽക്കാരോട് ചോദിച്ച് അവൻ ടൂർണമെന്റിൽ പേര് ചേർക്കുന്നതിനായി ഗെയിംസ് മാസ്റ്ററായ പ്ലമ്മറിനെ ചെന്ന് കണ്ടു. എന്നാൽ തീർത്തും ദരിദ്രനായ ഡങ്കിനെ കണ്ടപ്പോൾ അയാൾക്ക് വലിയ പുച്ഛമാണ് തോന്നിയത്. അവൻ ശരിക്കും ഒരു നൈറ്റാണോ എന്നുപോലും അയാൾ സംശയിച്ചു. താൻ സർ ആർലാനിന്റെ സ്ക്വയർ ആയിരുന്നുവെന്നും മരിക്കുന്നതിനു മുൻപ് അദ്ദേഹം തന്നെ നൈറ്റായി പ്രഖ്യാപിച്ചുവെന്നും ഡങ്ക് വളരെ ബുദ്ധിമുട്ടി വിശദീകരിച്ചു. ഒരു നൈറ്റിന് മറ്റൊരാളെ നൈറ്റാക്കാമെന്ന് സമ്മതിച്ചെങ്കിലും ആർലൻ ഓഫ് പെന്നിട്രി എന്നൊരാളെക്കുറിച്ച് താൻ കേട്ടിട്ടുപോലുമില്ല എന്ന് പ്ലമ്മർ പറഞ്ഞു. ലോർഡ് ആഷ്ഫോർഡ് തന്റെ പ്രതാപം കാണിക്കാൻ നടത്തുന്ന ഈ വലിയ ടൂർണമെന്റിലേക്ക് വലിയ രാജകുടുംബങ്ങളെയും പ്രഭുക്കന്മാരെയും ക്ഷണിച്ചിട്ടുണ്ടെന്നും ചെറിയ നൈറ്റുകളെ ഒഴിവാക്കാൻ തനിക്ക് നിർദ്ദേശമുണ്ടെന്നും അയാൾ വ്യക്തമാക്കി. സങ്കടത്തോടെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ ഡങ്കിനോട് അവിടെയുള്ള ഏതെങ്കിലും നൈറ്റ് സർ ആർലാനെ അറിയാമെന്ന് സാക്ഷ്യപ്പെടുത്തിയാൽ പേര് ചേർക്കാമെന്ന് പ്ലമ്മർ പറഞ്ഞു. പെട്ടെന്ന് താൻ വരുന്ന വഴിയിൽ ഹൌസ് ഡോണ്ടറിയന്റെ കൊടികൾ കണ്ട കാര്യം ഡങ്ക് ഓർത്തെടുത്തു. സർ മാൻഫ്രഡ് ഡോണ്ടറിയൻ അവിടെയുണ്ടെന്ന് പ്ലമ്മറും പറഞ്ഞു. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഡോണിന്റെ അതിർത്തിയിലുള്ള റെഡ് മൗണ്ടൻസിൽ നിന്നും വൾച്ചർ കിങ്ങിനെ തുരത്താൻ വേണ്ടി തന്റെ യജമാനൻ മാൻഫ്രെഡിന്റെ അച്ഛനൊപ്പം പ്രവർത്തിച്ചിരുന്ന കാര്യം ഡങ്ക് അയാളോട് പറഞ്ഞു. എന്നാൽ ഈ ടൂർണമെന്റിൽ തോൽക്കുന്നവർക്ക് അവരുടെ കുതിരയും പടച്ചട്ടയും നഷ്ടപ്പെടുമെന്നും അത് തിരികെ വാങ്ങാനുള്ള പണം ഡങ്കിന്റെ കയ്യിലുണ്ടെന്ന് തോന്നുന്നില്ലെന്നും പ്ലമ്മർ മുന്നറിയിപ്പ് നൽകി. തന്റെ ഭയം മറച്ചുവെച്ചുകൊണ്ട് താൻ തോൽക്കാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് പണത്തിന്റെ ആവശ്യമില്ല എന്ന് ഡങ്ക് ധൈര്യത്തോടെ പറഞ്ഞു. തനിക്കായി സംസാരിക്കാൻ മാൻഫ്രെഡ് ഡോണ്ടാരിയനെ അന്വേഷിച്ച് അയാളുടെ കൂടാരത്തിലെത്തിയ ഡങ്ക് കണ്ടത് ഒരു കൂട്ടം വേശ്യകളെയാണ്. തങ്ങളുടെ കൂടെ കഴിഞ്ഞതിന്റെ ക്ഷീണത്തിൽ അയാൾ ഉറങ്ങുകയാണെന്നും വൈകുന്നേരം വരാനും അവർ അവനോട് പറഞ്ഞു. ഇത്രയും ദരിദ്രനായ നീ എന്ത് നൈറ്റാണ് എന്ന് ബിയോണി അവനോട് ചോദിച്ചു. അപ്പോൾ അവൻ സ്വന്തമായി ഇടമില്ലാതെ അലഞ്ഞു നടക്കുന്ന ഒരു ഹെഡ്ജ് നൈറ്റായിരിക്കുമെന്ന് റെഡ് പറഞ്ഞു. ഇതൊക്കെ കേട്ട് തളർന്ന ഡങ്ക് തന്റെ കുതിരകളോട് താൻ ഈ ടൂർണമെന്റിലെല്ലാം പണയം വയ്ക്കുകയാണെന്നും തോറ്റാൽ തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുമെന്നും എന്നാൽ വേറെ വഴിയില്ലെന്നും സങ്കടത്തോടെ പറഞ്ഞു. അവിടെ നിന്നും തിരികെ നടക്കുമ്പോൾ പരിശീലന മൈതാനത്ത് സർ സ്റ്റെഫോൺ ഫോസോവെ തന്റെ സ്ക്വയറായ റെയ്മുണ്ട് ഫോസോവയെ വളരെ ക്രൂരമായി മർദ്ദിക്കുന്നത് അവൻ കണ്ടു. വലിയ ശരീരമുള്ള ഡങ്കിനെ കണ്ടപ്പോൾ തന്നോട് ഏറ്റുമുട്ടാൻ സ്റ്റെഫോൺ വെല്ലുവിളിച്ചെങ്കിലും അവനത് മാന്യമായി നിരസിച്ചു. സ്വന്തമായി ഒരു കൂടാരം പോലുമില്ലാത്തതിനാൽ ടൂർണമെന്റ് മൈതാനത്തിന് പുറത്തുള്ള ഒരു വലിയ മരത്തിന്റെ ചുവട്ടിൽ അവൻ തന്റെ വിശ്രമസ്ഥലം കണ്ടെത്തി. രാത്രിയുടെ ഇരുട്ട് കനത്തപ്പോൾ കടുത്ത തണുപ്പുള്ള കാറ്റ് വീശിയടിക്കാൻ തുടങ്ങി. പന്തങ്ങളുടെ മങ്ങിയ വെളിച്ചത്തിൽ സ്വന്തം നിഴലിനെ നോക്കി കനത്ത കാൽവെപ്പുകളോടെ ഡങ്ക് വീണ്ടും ഡോണ്ടേറിയന്റെ കൂടാരത്തിലേക്ക് നടന്നു. അവിടെ എത്തിയപ്പോൾ സന്ധിവാതം കാരണം കാലുവേദനയെടുത്ത് അയാൾ വീണ്ടും ഉറങ്ങാൻ കിടന്നു എന്ന് റെഡ് അവനോട് പറഞ്ഞു. അവളുടെ മുഖത്തെ പുച്ഛം അവന് വ്യക്തമായി കാണാമായിരുന്നു. തുന്നിക്കൊണ്ടിരുന്ന ചില വസ്ത്രങ്ങൾ ഒരിടപാടുകാരന് കൈമാറിയ ശേഷം അവൾ മറ്റൊരു കൂടാരത്തിലേക്ക് നടന്നു. യാതൊരു പ്രതീക്ഷയുമില്ലാതെ അവനും അവളുടെ പിന്നാലെ ചെന്നു. ആ പുതിയ കൂടാരത്തിനുള്ളിലേക്ക് കടന്നപ്പോൾ വിലകുറഞ്ഞ പെർഫ്യൂമിന്റെയും വിയർപ്പിന്റെയും രൂക്ഷഗന്ധം അവിടെ നിറഞ്ഞു നിന്നിരുന്നു. മരിച്ചുപോയ ഒരാളെപ്പോലെ അഭിനയിക്കാൻ വേണ്ടി ബിയോണി അവിടെ വെച്ച് ഡെയ്സിയെ അണിയിച്ചൊരുക്കുകയായിരുന്നു. അവർ തമ്മിലുള്ള പരിഹാസങ്ങൾ കേട്ട് അപമാനഭാരം കൊണ്ട് അവന്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. തന്നെ ഇങ്ങനെ കളിയാക്കരുത് എന്ന് അവൻ വളരെ ദയനീയമായി അവരോട് പറഞ്ഞു. അവന്റെ ആ നിസ്സഹായത കണ്ടപ്പോൾ അവർക്ക് അല്പം സഹതാപം തോന്നി. ടൂർണമെന്റുകളിൽ ഭാഗ്യം പരീക്ഷിക്കാൻ വരുന്ന നിന്നെപ്പോലെയുള്ള ഒരുപാട് പയ്യന്മാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്നും എന്നാൽ അവരാരും വിജയിക്കാറില്ലെന്നും അവർ പറഞ്ഞു. തനിക്ക് ഈ ടൂർണമെന്റിൽ വിജയിക്കാൻ യാതൊരു സാധ്യതയുമില്ലെന്ന നഗ്നമായ സത്യം ഒരു ഇരുമ്പുദണ്ടുപോലെ അവന്റെ തലയ്ക്കടിച്ചു. കടുത്ത നിരാശയോടെ ആ കൂടാരത്തിലെ ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നും അവൻ പുറത്തേക്ക് നടന്നു. നടന്നു നീങ്ങുന്നതിനിടയിൽ പെട്ടെന്ന് എവിടെ നിന്നോ വരുന്ന വലിയൊരു പ്രകാശവും ചൂടും അവന്റെ ശ്രദ്ധ ആകർഷിച്ചു. ഡോർണിൽ നിന്നുള്ള ഒരു പാവനാടക സംഘം അവതരിപ്പിക്കുന്ന അതിഗംഭീരമായൊരു പരിപാടിയായിരുന്നു അത്. അവിടെയെത്തിയ അവൻ അത്ഭുതത്തോടെ കണ്ണുകൾ വിടർത്തി നിന്നുപോയി. യഥാർത്ഥ തീ തുപ്പുന്ന മനുഷ്യനേക്കാൾ ഉയരമുള്ള 6 പേർ ചേർന്ന് ചലിപ്പിക്കുന്ന അതിഭയങ്കരനായ ഒരു ഡ്രാഗണിന്റെ പാവയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ തീപ്പൊരികൾ വായുവിൽ പറന്നുയരുന്ന ശബ്ദവും ആളുകളുടെ ആർപ്പുവിളികളും ആ രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചു. ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും അവന് കേൾക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ഒരു ശബ്ദം അവിടെ മുഴങ്ങി. വളരെ ഉയരമുള്ള അതിസുന്ദരിയായ ടാൻസെല്ലെ എന്ന യുവതിയായിരുന്നു ആ നാടകത്തിന്റെ കഥ വിശദീകരിച്ചിരുന്നത്. തന്റെ സ്വന്തം പ്രതിബിംബം തിരിച്ചറിയാൻ കഴിയാത്ത ആ വലിയ ഡ്രാഗണിനെ
പതുക്കെ ചെന്ന് കൊല്ലാൻ ശ്രമിക്കുന്ന സർവൈനിന്റെ കഥ അവൾ പറയുമ്പോൾ അവളുടെ ഓരോ വാക്കുകളും ശ്വാസമടക്കിപ്പിടിച്ച് അവൻ കേട്ടുനിന്നു. ആ നാടകത്തിന്റെ മാന്ത്രികതയിൽ നിന്നും പതുക്കെ പുറത്തുകടന്ന ഡങ്ക് മുന്നോട്ട് നടക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി റെയ്മൺ ഫോസോവയെ വീണ്ടും കണ്ടുമുട്ടിയത്. സ്റ്റെഫോണിനോട് ഏറ്റുമുട്ടാൻ താൻ പറഞ്ഞതിന് റെയ്മൺ അവനോട് ക്ഷമ ചോദിച്ചു. സ്റ്റെഫോൺ എപ്പോഴും ചതിപ്രയോഗങ്ങൾ നടത്തുമെന്നും പരിശീലന സമയത്ത് ആളുകളെ ക്രൂരമായി പരിക്കേൽപ്പിച്ച് ടൂർണമെന്റിൽ അവർ തനിക്കെതിരെ വരുന്നത് ഒഴിവാക്കാൻ അയാൾ ശ്രമിക്കാറുണ്ടെന്നും അവൻ മുന്നറിയിപ്പ് നൽകി. ഇത് കേട്ടപ്പോൾ ഡങ്കിന്റെ നെഞ്ചിടിപ്പ് വീണ്ടും വർദ്ധിച്ചു. വലിയൊരു അപകടത്തിൽ നിന്നാണ് താൻ രക്ഷപ്പെട്ടത് എന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഈ തെറ്റിന് പ്രായശ്ചിത്തമായി കടുത്ത വിശപ്പുള്ള ഡങ്കിനെ ഹൌസ് ബറാത്തിയോന്റെ കൂടാരത്തിൽ നടക്കുന്ന വലിയൊരു വിരുന്നിലേക്ക് റെയ്മൺ ക്ഷണിച്ചു. പുറത്തെ കൊടുന്തണുപ്പിൽ നിന്നും ആ വലിയ കൂടാരത്തിലേക്ക് കയറിയപ്പോൾ തന്നെ അവന് വലിയൊരാശ്വാസം തോന്നി. അവിടെ നിറയെ സംഗീതവും മദ്യപാനവും മാംസം ചുട്ടെടുക്കുന്നതിന്റെ കൊതിയൂറുന്ന മണവും നിറഞ്ഞു നിന്നിരുന്നു. ആൾക്കാരുടെ വലിയ ശബ്ദങ്ങളും ചിരികളും പാത്രങ്ങൾ കൂട്ടിയിടിക്കുന്ന ഒച്ചയും അവന്റെ കാതുകളിൽ ഒരു വലിയ ഇടിമുഴക്കം പോലെ പതിച്ചു. ആ വലിയ കൂടാരത്തിന്റെ മധ്യഭാഗത്തായി രാജകീയമായ പ്രൗഢിയോടെ സർ ലയോണൽ ബറാത്തിയോൻ ഇരിക്കുന്നുണ്ടായിരുന്നു. എപ്പോഴും വലിയ ശബ്ദത്തിൽ ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന അയാൾ ലാഫിംഗ് സ്റ്റോം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. തന്നേക്കാൾ വലിയ ശരീരപ്രകൃതിയുള്ള ഒരാളെ കാണുന്നത് വളരെ അപൂർവമായതിനാൽ ഡങ്കിനെ കണ്ട ഉടനെ അയാൾ വലിയ താൽപര്യത്തോടെ അവനെ തന്റെ അടുത്തേക്ക് കൈകാട്ടി വിളിച്ചു. രാഷ്ട്രീയമായ ലാഭങ്ങൾക്കു വേണ്ടി സമ്മാനങ്ങളുമായി വന്ന ഏതെങ്കിലും മുഖസ്തുതിക്കാരനോ അതോ തന്നെ വെല്ലുവിളിക്കാൻ വന്ന ഏതെങ്കിലും പോരാളിയോ ആയിരിക്കും ഡങ്ക് എന്ന് അയാൾ സംശയിച്ചു. നീ എന്തിനാണിങ്ങോട്ട് വന്നത് എന്ന് വളരെ ഗൗരവത്തിൽ സർ ലയോണൽ ബറാത്തിയോൻ അവനോട് ചോദിച്ചു. ഭയം കാരണം ശബ്ദമിടറിക്കൊണ്ട് താൻ വെറുതെ സൗജന്യമായി ഭക്ഷണം കഴിക്കാൻ വന്നതാണ് എന്ന് അവൻ മറുപടി പറഞ്ഞു. അവനത് പറഞ്ഞതിനുശേഷം ആ കൂടാരത്തിൽ ഭയാനകമായ ഒരു നിശബ്ദത പരന്നു. എന്നാൽ പെട്ടെന്ന് ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് സർ ലയോണലിന്റെ ഉച്ചത്തിലുള്ള പൊട്ടിച്ചിരി അവിടെ മുഴങ്ങി. അയാളുടെ കൂടെയുള്ളവരും ആ ചിരി ഏറ്റെടുത്തു. വളരെ കാലത്തിനുശേഷം ഇത്രയും സത്യസന്ധനായ ഒരാളെ കണ്ടുമുട്ടിയതിലെ അത്ഭുതം അയാളുടെ കണ്ണുകളിലുണ്ടായിരുന്നു. മദ്യലഹരിയിലായിരുന്ന അയാൾ ആ വലിയ ജനക്കൂട്ടത്തോടൊപ്പം ചേർന്ന് നൃത്തം ചെയ്യാൻ അവനെ ക്ഷണിച്ചു. ഡസൻ കണക്കിന് ആളുകൾ ആ നാടോടി നൃത്തത്തിൽ പങ്കുചേർന്നു. അവരുടെ ബൂട്ടുകൾ തറയിലിടിക്കുന്ന താളവും കൈകൊട്ടലുകളും ആ രാത്രിയെ കൂടുതൽ സജീവമാക്കി. ആ നിമിഷത്തിൽ തന്റെ ദാരിദ്ര്യവും ഭയവുമെല്ലാം അവൻ മറന്നു. എന്നെങ്കിലും അവസാനിക്കുമെന്ന് അറിയാമായിരുന്നിട്ടും ആ വലിയ സന്തോഷത്തിൽ അവൻ പൂർണ്ണമായും അലിഞ്ഞുചേർന്നു. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ വിരുന്നിന്റെ ബഹളങ്ങളെല്ലാം കെട്ടടങ്ങിയപ്പോൾ അവശേഷിച്ച മദ്യവുമായി അവർ രണ്ടുപേരും മാത്രം അവിടെയിരുന്നു. സമ്പന്നരായ പ്രഭുകുടുംബങ്ങളിലെ പയ്യന്മാർക്ക് ലഭിക്കുന്ന വിലകൂടിയ പരിശീലനങ്ങളൊന്നും ലഭിക്കാത്ത താഴ്ന്ന കുലത്തിൽ ജനിച്ച ദരിദ്രനായ തനിക്ക് അവരോട് മത്സരിച്ച് ജയിക്കാൻ കഴിയില്ലെന്ന വലിയ സങ്കടം അവൻ അയാളോട് പങ്കുവച്ചു. സ്വന്തം കഴിവ് പരിശോധിക്കുന്നത് വലിയൊരു ബഹുമതിയാണെന്ന് അയാൾ പറഞ്ഞെങ്കിലും തനിക്കിപ്പോൾ ചിന്തിക്കാൻ കഴിയാത്തത്ര മദ്യലഹരിയിലാണെന്ന് അയാൾ സമ്മതിച്ചു. ആളുകളെല്ലാം കൂടാരത്തിൽ നിന്നും പുറത്തേക്ക് പോകാൻ തുടങ്ങി. രണ്ടു കൈകളിലും ഓരോ വേശ്യകളെയും പിടിച്ച് മാൻഫ്രെഡ് ഡോണ്ടാരിയൻ അവിടുന്ന് നടന്നുപോകുന്നത് അവൻ കണ്ടു. ഡങ്ക് വേഗത്തിൽ അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. തനിക്കുവേണ്ടി ഒന്ന് സംസാരിക്കണമെന്ന് അവൻ ദയനീയമായി അപേക്ഷിച്ചു. എന്നാൽ വളരെ വിരസതയോടെ തനിക്ക് സർ ആർലാനെ ഓർമ്മയില്ല എന്ന് മാൻഫ്രെഡ് പറഞ്ഞു. വൾച്ചർ കിങ്ങിനെതിരെയുള്ള യുദ്ധത്തിൽ 800 ആളുകളുണ്ടായിരുന്നുവെന്നും എല്ലാവരെയും തനിക്കറിയില്ലെന്നും അയാൾ പറഞ്ഞു. ഒരു അമ്പുകൊണ്ടതു മാത്രമാണ് അർലന് സംഭവിച്ചതെന്നും അതിലും വലിയ മുറിവുകൾ പറ്റിയവരെ താൻ മറന്നുപോയെന്നും വളരെ നിർദ്ദയമായി അയാൾ പറഞ്ഞു. തകർന്ന ഹൃദയത്തോടെ എന്തു ചെയ്യണമെന്നറിയാതെ അവൻ തന്റെ ആ ചെറിയ മരച്ചുവട്ടിലേക്ക് നടന്നു. അവന്റെ കണ്ണുനീർ തണുത്ത കാറ്റിൽ മരവിച്ചു തുടങ്ങിയിരുന്നു. തന്റെ വിശ്രമസ്ഥലത്തെത്തിയ അവൻ അവിടെ കണ്ട കാഴ്ച അവനെ ശരിക്കും ഞെട്ടിച്ചു. അവിടെ വലിയൊരു ക്യാമ്പ് ഫയർ കത്തുന്നുണ്ടായിരുന്നു. സത്രത്തിൽ വെച്ച് കണ്ട ആ തലമുടിയില്ലാത്ത പയ്യൻ അവിടെയിരുന്ന് മീൻ ചുട്ടെടുക്കുകയായിരുന്നു. വിശ്വസിക്കാൻ കഴിയാതെ നീ ഇവിടെ എന്തു ചെയ്യുകയാണ് എന്ന് അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. താൻ നിങ്ങളുടെ സ്ക്വയറാകാൻ വന്നതാണെന്നും നിങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകിയെന്നും കുതിരകളെ നോക്കിയെന്നും അവയ്ക്കും നിങ്ങൾക്കും വേണ്ടി മീൻ പിടിച്ചു ചുട്ടെടുക്കുകയാണെന്നും അവൻ പറഞ്ഞു. നീ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിച്ചപ്പോൾ ഒരു ആട്ടിൻകുട്ടികളെ കൊണ്ടുപോകുന്ന വണ്ടിയിലാണ് താൻ വന്നതെന്ന് അവൻ മറുപടി നൽകി. നിന്നെ തിരികെ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് ഡങ്ക് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്താൽ തനിക്ക് ടൂർണമെന്റ് കാണാൻ കഴിയില്ലെന്നും താൻ ഈ നാട്ടുകാരനല്ല, കിങ്സ് ലാൻഡിങ്ങിൽ നിന്നും വന്നതാണെന്നും അവൻ പറഞ്ഞു. താൻ വളർന്ന ഫ്ലീ ബോട്ടം എന്ന ചേരിയിലാണോ നീയും ജനിച്ചത് എന്ന് അവൻ അത്ഭുതത്തോടെ ചോദിച്ചു. എന്നാൽ അല്ല എന്ന് അവൻ മറുപടി നൽകി. നിന്റെ പേരെന്താണ് എന്ന് ഡങ്ക് ചോദിച്ചു. താൻ എഗ്ഗാണ് എന്ന് ആ കുട്ടി പറഞ്ഞു. ആ കുട്ടിയുടെ കണ്ണുകളിലെ വലിയ ആവേശവും തിളക്കവും കണ്ടപ്പോൾ അവന് സ്വന്തം ഭൂതകാലമാണ് ഓർമ്മ വന്നത്. സർ ആർലാൻ തന്നെ കൂടെ കൂട്ടിയതുപോലെ അവനെ തന്റെ സ്ക്വയറായി കൂടെ കൂട്ടാൻ അവൻ തീരുമാനിച്ചു. അന്ന് രാത്രി ആ വലിയ മരത്തിന്റെ ചുവട്ടിൽ കിടക്കുമ്പോൾ അവർ ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കിക്കിടന്നു. തണുത്ത കാറ്റിൽ കരിയിലകൾ പറക്കുന്ന ശബ്ദവും ദൂരെ എവിടെയോ കത്തുന്ന തീയുടെ വെളിച്ചവും ആ രാത്രിയെ കൂടുതൽ ശാന്തമാക്കി. പെട്ടെന്ന് ആകാശത്തുകൂടെ ഒരു നക്ഷത്രം താഴേക്ക് വീഴുന്നത് എഗ്ഗ് അവന് കാണിച്ചുകൊടുത്തു. വീഴുന്ന നക്ഷത്രങ്ങളെ കാണുന്നത് ഭാഗ്യം കൊണ്ടുവരുമെന്നും പട്ടുകൊണ്ടുള്ള കൂടാരങ്ങളിൽ കിടക്കുന്ന പ്രഭുക്കന്മാരെക്കാൾ ഇന്ന് വലിയ ഭാഗ്യം ലഭിച്ചത് നമുക്കാണെന്നും അവൻ പറഞ്ഞു.
ആദ്യം അത് കേട്ട് പുച്ഛിച്ചെങ്കിലും ആ ഭാഗ്യം നമുക്ക് രണ്ടുപേർക്കും മാത്രമുള്ളതാണോ എന്ന് ഡങ്ക് ചോദിച്ചു. അപ്പോൾ എഗ്ഗ് വെറുമൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. നാളത്തെ വലിയ പോരാട്ടങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുമായി വീഴുന്ന നക്ഷത്രങ്ങൾ തങ്ങൾക്ക് ശരിക്കും ഭാഗ്യം കൊണ്ടുവരുമെന്ന നേരിയ പ്രതീക്ഷയോടെ അവർ രണ്ടുപേരും ഗാഢമായ ഉറക്കത്തിലേക്ക് വീണു. ഹൗസ് ഓഫ് ദ ഡ്രാഗൺ എന്ന പരമ്പരയിലെ സംഭവങ്ങൾക്ക് 80 വർഷങ്ങൾക്ക് ശേഷവും ഗെയിം ഓഫ് ത്രോൺസ് തുടങ്ങുന്നതിന് 90 വർഷങ്ങൾക്ക് മുൻപുമുള്ള കാലഘട്ടത്തിലാണ് ഈ കഥ നടക്കുന്നത്. രസകരമായ കാര്യമെന്തെന്നാൽ വെസ്റ്ററോസിന്റെ ചരിത്രത്തിൽ എല്ലാ വലിയ കഥകളും തുടങ്ങുന്നത് ഒരു മരണത്തിൽ നിന്നാണ്. ഗെയിം ഓഫ് ത്രോൺസിൽ ജോൺ ആരന്റെ മരണവും ഹൗസ് ഓഫ് ദ ഡ്രാഗണിൽ ക്വീൻ ആമ ആരന്റെ അന്ത്യവും കഥയുടെ ഗതി മാറ്റിയതുപോലെ ഇവിടെ സർ ആർലൻ ഓഫ് പെനിട്രിയുടെ മരണമാണ് ഡങ്കിന്റെ പുതിയ യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത്. താൻ ഒരു അനാഥനാണെന്ന് ഡങ്ക് പറയുമ്പോൾ അവന്റെ ഉള്ളിലെ ഭയവും അരക്ഷിതാവസ്ഥയും വളരെ വലുതാണ്. ഫ്ലീ ബോട്ടമിലെ ഇരുണ്ട തെരുവുകളിൽ വളർന്ന അവന് സ്വന്തം മാതാപിതാക്കളെക്കുറിച്ചോ തന്റെ യഥാർത്ഥ പേരിനെക്കുറിച്ചോ യാതൊരു ഓർമ്മയുമില്ല. താൻ കേട്ടു വളർന്ന പേര് ഡങ്ക് എന്നു മാത്രമായിരുന്നു. എന്നാൽ എഗ്ഗ് തന്റെ പേരിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവനൊരു കള്ളം പറയുകയായിരുന്നു. വലിയ നൈറ്റുകൾക്കിടയിൽ നിൽക്കുമ്പോൾ ഡങ്ക് എന്ന പേരിനേക്കാൾ കൂടുതൽ ഗാംഭീര്യം ഡങ്കൻ എന്ന പേരിനാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. തനിക്കറിയില്ലാത്ത തന്റെ യഥാർത്ഥ പേര് ഒരുപക്ഷെ ഡങ്കൻ എന്ന് തന്നെയായിരിക്കാം എന്ന് അവൻ സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ആ യാത്രയിൽ വെറും 2 പേർക്ക് എന്തിനാണ് 3 കുതിരകൾ എന്ന് പലർക്കും സംശയം തോന്നിയേക്കാം. എന്നാൽ അതിനു പിന്നിൽ കൃത്യമായൊരു കാരണമുണ്ട്. ആ 3ാമത്തെ കുതിര ഒരു യുദ്ധക്കുതിരയാണ്. ദൂരയാത്രകൾക്ക് വേണ്ടിയല്ല, മറിച്ച് യുദ്ധക്കളത്തിലെ കരുത്തിനു വേണ്ടിയാണ് അവയെ വളർത്തുന്നത്. ഈ പരമ്പരയിലുടനീളം വെസ്റ്ററോസിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ കൃത്യമായ ചിത്രം നമുക്ക് കാണാൻ കഴിയും. സ്വർണ്ണത്തിൽ തീർത്ത ഡ്രാഗൺ നാണയങ്ങളും വെള്ളിയിലുള്ള സ്റ്റാഗ്സും വിലകുറഞ്ഞ ചെമ്പ് നാണയങ്ങളുമാണ് അവിടെയുള്ളത്. സത്രത്തിൽ വെച്ച് ആ മദ്യപാനിയായ പ്രഭു ഒരു സ്വർണ്ണ ഡ്രാഗൺ നാണയം അലക്ഷ്യമായി വലിച്ചെറിയുമ്പോഴും ഡങ്ക് തന്റെ കയ്യിലുള്ള ഒരു ചെറിയ ചെമ്പ് നാണയം എഗ്ഗിന് നൽകുമ്പോഴും ആ സമൂഹത്തിലെ ദാരിദ്ര്യവും സമ്പത്തും തമ്മിലുള്ള വലിയ അന്തരം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ടൂർണമെന്റ് മൈതാനത്ത് വെച്ച് കണ്ട ആ പാവനാടകം വെറുമൊരു വിനോദം മാത്രമായിരുന്നില്ല, അതിനു പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. ഉറാക്സ് എന്ന വലിയ ഡ്രാഗനെ സ്വന്തം പ്രതിബിംബം കാണിച്ച് കബളിപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന സെർവൻ ഓഫ് ദ മിറർ ഷീൽഡിന്റെ ഇതിഹാസ കഥയാണ് അവർ അവിടെ അവതരിപ്പിച്ചത്. ബ്രാവോസിൽ ആര്യായി കണ്ടതുപോലുള്ള വലിയ തിയേറ്ററുകളോ പ്രൊഫഷണൽ നാടകങ്ങളോ വെസ്റ്ററോസിന്റെ സംസ്കാരത്തിലില്ല. പകരം കിങ്സ് ലാൻഡിംഗിൽ വച്ച് ഡേമോണും റേനീറായും കണ്ടതുപോലെയുള്ള വിലകുറഞ്ഞ തെരുവു നാടകങ്ങൾ മാത്രമാണ് അവർക്കുള്ളത്. തലമുറകളായി കൈമാറി വന്ന ഒരു വലിയ ജനതയുടെ കലയും ചരിത്രവുമാണ് ആ തീതുപ്പുന്ന പാവകളിലൂടെ അവർ അവിടെ അവതരിപ്പിച്ചത്. എപ്പിസോഡ് അവസാനിക്കുന്നു. നൈറ്റ് ഓഫ് ദ 7 കിങ്ഡംസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.